ഇന്ന് നമ്മൾ നോക്കുന്ന പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1982 നവംബർ 1-നാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല രൂപീകൃതമാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ 13ാമതായിട്ട് രൂപം കൊണ്ട ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. അപ്പൊ പത്തനംതിട്ട ജില്ല രൂപീകൃതമായ വർഷമാണ് 1982 നവംബർ 1. അതുപോലെ തന്നെ കേരളത്തിൽ 13ാമതായി രൂപം കൊണ്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ശിശുക്കളുടെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല. അപ്പൊ കേരളത്തില് ശിശുക്കളുടെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 0 ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് 0 ജനസംഖ്യ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. പടയണി എന്ന പരമ്പരാഗത കലാരൂപം പ്രചാരത്തിലുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പൊ പടയണി എന്ന പ്രാചീന നൃത്തരൂപം നിലവിലുള്ള ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ലയും പത്തനംതിട്ട ജില്ലയാണ്. എയ്ഡ്സ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? അത് പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ടറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട കളക്ടറേറ്റ് ആണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ടറേറ്റ് ആണ് നമ്മുടെ പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറവ് റെയിൽവേ പാതകളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പൊ കേരളത്തിൽ ഏറ്റവും കുറവ് റെയിൽവേ പാതകളുള്ള ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. പ്രസിദ്ധമായിട്ടുള്ള ആറന്മുള ഉത്തരട്ടാതി വളകൾ നടന്ന ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. അതുപോലെ തന്നെ നമ്മുടെ WHO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമാകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ്. WHO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമാകുന്ന ജില്ലയും പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മണ്ണടിയിലാണ്. ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലവായ് എന്ന് പരാമർശമുള്ള പ്രദേശം ഏതാണ്? ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലവായ് എന്ന് പരാമർശമുള്ള സ്ഥലം ഏതാണ്? അത് നമ്മുടെ തിരുവല്ലയാണ്. ശ്രീ വല്ലഭപുരം എന്നും അറിയപ്പെടുന്നത് തിരുവല്ലയാണ്. അപ്പൊ ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലവായ് എന്ന പരാമർശമുള്ള സ്ഥലമാണ് തിരുവല്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ വല്ലഭപുരം എന്നറിയപ്പെടുന്നത് തിരുവല്ലയാണ്. അപ്പം പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസിദ്ധമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം അത് നമ്മുടെ സി കേശവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോഴഞ്ചേരി പ്രസംഗം ഏത് ഇയറിലാണ് കോഴഞ്ചേരി പ്രസംഗം? 1935 അതുപോലെ തന്നെ പത്തനം തിട്ട എന്നീ 2 വാക്കുകൾ ചേർന്നിട്ടാണ് ജില്ലയ്ക്ക് പത്തനംതിട്ട എന്ന പേര് ലഭിച്ചത്. പത്തനം അതുപോലെ തന്നെ തിട്ട എന്നീ 2 വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് ജില്ലയ്ക്ക് പത്തനംതിട്ട എന്ന പേര് ലഭിച്ചത്. നദിയുടെ തീരത്തുള്ള വീടുകളുടെ നിരയെന്നാണ് പത്തനംതിട്ട എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം നദീതീരത്തുള്ള വീടുകളുടെ നിര എന്നാണ് പത്തനംതിട്ട എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ ചെങ്ങറ ഭൂസമരം നടന്ന ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ലയാണ് പത്തനംതിട്ട. ഏത് വർഷമാണ് നമ്മുടെ ഈ ചെങ്ങറ ഭൂസമരം നടക്കുന്നത്? 2009 ഇതിന്റെ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിന്റെ സമര നായകൻ എന്നറിയപ്പെടുന്നത് ലാഹ ഗോപാലനാണ് നമ്മുടെ ചെങ്ങര ഭൂസമരത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയുടെ ശില്പി ആരാണടാ? പത്തനംതിട്ട ജില്ലയുടെ ശില്പി ആരാണ്? അത് KK നായരാണ് പത്തനംതിട്ട ജില്ലയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ പത്തനംതിട്ടയാണ്. അതുപോലെ തന്നെ തീർത്ഥാടന ടൂറിസത്തിന്റെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ പത്തനംതിട്ടയാണ്. അപ്പൊ ആരാധനാലയങ്ങളുടെ ജില്ല അതുപോലെ തന്നെ തീർത്ഥാടക ടൂറിസത്തിന്റെ ജില്ല എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ്. ഇനി മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മധ്യ തിരുവിതാംകൂറിന്റെ
അത് പമ്പാ നദിയാണ്. പമ്പാ നദിയാണ്. അപ്പൊ നമ്മുടെ ആരാധനാലയങ്ങളുടെ ജില്ല, തീർത്ഥാടക ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏതാണടാ? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും നമ്മുടെ പമ്പയാണ്, പമ്പാ നദിയാണ്. പൈതൃക നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൈതൃക നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൈതൃക നഗരം ഏതാണ്? അത് ആറന്മുളയാണ്. ആറന്മുളയാണ്. അപ്പം നമ്മുടെ പൈതൃക നഗരം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. ആറന്മുളയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാണ്? അത് കുന്നന്താനമാണ്. പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പം കുന്നന്താനമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം. കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് ഏതാടാ? അത് നമ്മുടെ കുന്നമംഗലമാണ്. കുന്നമംഗലമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് നമ്മുടെ കുന്നത്തൂർ എന്ന് പറയുന്നത്. അത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണടാ? അത് ആറന്മുളയാണ്. ആറന്മുള കണ്ണാടിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ആറന്മുള. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഭൗമശാസ്ത്ര സൂചികയുടെ ഭൗതിക സ്വത്തവകാശ അംഗീകാരം ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? അതും ആറന്മുള കണ്ണാടിയാണ്. ആറന്മുള കണ്ണാടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. അപ്പം നമ്മുടെ പള്ളിയോടങ്ങൾക്കും വള്ളം കളിക്കും പേരുകേട്ട സ്ഥലം ഏതാണ്? പള്ളിയോടങ്ങൾക്കും വള്ളം കളിക്കും പേരുകേട്ട സ്ഥലം ഏതാണ്? അത് ആറന്മുളയാണ്. ആറന്മുളയാണ്. അപ്പം പാരിസ്ഥിതിക പ്രശ്നം മൂലം ഗവൺമെന്റ് ഉപേക്ഷിച്ച വിമാന പദ്ധതി ഏതാണ്? പാരിസ്ഥിതിക പ്രശ്നം കാരണം ഗവൺമെന്റ് ഉപേക്ഷിച്ച അന്താരാഷ്ട്ര വിമാന പദ്ധതി ഏതാണ്? അത് നമ്മുടെ ശബരിമല അല്ലെങ്കിൽ ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വിവാദമായ ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി ഏതാണടാ? അത് KGS പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. KGS പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ വിവാദമായ ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി ഏതാണ്? അത് KGS പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇനി കേരള വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ആറന്മുളയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണടാ? അത് മാരാമൻ കൺവെൻഷൻ ആണ്. മാരാമൻ കൺവെൻഷൻ ആണ്. ഈ മാരാമൻ കൺവെൻഷൻ ആരംഭിച്ച വർഷം ഏതാണ്? മാരാമൻ കൺവെൻഷൻ ആരംഭിച്ച വർഷം ഏതാണ്? അത് 1895 ആണ്. 1895 ആണ്. ഇന്ത്യയിലെ പ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ ആരാണ്? ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ ആരാണ്? നമ്മുടെ അയ്യപ്പനാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷൻ ഏതാണ്? ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷൻ ഏതാണ്? അത് റാന്നിയാണ്. ഇനി ഏത് പഞ്ചായത്തിലാണടാ? ഏത് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്? അത് പെരിനാട് പഞ്ചായത്തിലാണ്. പെരിനാട് പഞ്ചായത്തിലാണ്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ശബരിമലയിലെ മകരവിളക്കാണ്. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവമാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? അത് നമ്മുടെ ശബരിമല ക്ഷേത്രമാണ്. ശബരിമല ക്ഷേത്രമാണ്. ഇനി ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലം ഏതാണടാ? ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലം ഏതാണ്? അത് ശരണ സേതു അല്ലെങ്കിൽ ബെയിലി പാലം എന്ന് പറയും. അപ്പം ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ശരണ സേതു ആണ്. അതിന്റെ വേറൊരു പേരാണ് ബെയിലി പാലം എന്നത്. ബെയിലി പാലം. ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഏതാണ്? ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഏതാണ്? അത് ശബരി തീർത്ഥമാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ പ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷനാണ് റാന്നി. ഇനി പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് പെരിനാടാണ്.
ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണ വരുമാനമുള്ള ക്ഷേത്രമാണ് നമ്മുടെ ശബരിമല. ഇനി ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലം ഏതാണടാ? ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലം ഏതാണ്? അത് ശരണ സേതുവാണ്, അല്ലെങ്കിൽ ബെയിലി പാലമാണ്. ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഏതാണ്? ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് ശബരി തീർത്ഥം എന്ന് പറയുന്നത്. ഇനി ശബരിമലയും പരിസരവും മാലിന്യവിമുക്തമാക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശബരിമലയും പരിസരവും മാലിന്യവിമുക്തമാക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് പുണ്യം പൂങ്കാവനമാണ്. പുണ്യം പൂങ്കാവനമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രമാണ് ശബരിമല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രമാണ് ശബരിമല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ സമ്മേളനം നടക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പമ്പയാറിന്റെ തീരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ശബരിമല എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്ന സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ഈ ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്? ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണെടാ? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് നമ്മുടെ ശബരിമല എന്ന് പറയുന്നത്. ഇനി മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണ്? മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണ്? അപ്പം മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് നമ്മുടെ പമ്പ നദീതീരത്താണ്. മാരാമൻ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനാണ്. അപ്പൊ മാരാമൻ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ. അതുപോലെ തന്നെ നമ്മുടെ മാരാമൻ കൺവെൻഷന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? മാരാമൻ കൺവെൻഷന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? അത് മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ആണ്. മാർത്തോമ ഇവാഞ്ചലിക് അസോസിയേഷൻ ആണ് നമ്മുടെ മാരാമൻ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പം എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ നടക്കുന്ന മാസം ഏതാണ്? എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ നടക്കുന്ന മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. അപ്പം മാരാമൻ കൺവെൻഷൻ 8 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. മാരാമൻ കൺവെൻഷൻ 8 ദിവസം നീണ്ടു നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന മാസം ഏതാണ്? ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന മാസം ഏതാണ്? അത് ഫെബ്രുവരിയാണ്. അപ്പം നിരണം കവികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? നിരണം കവികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമ പണിക്കർ എന്നിവരാണ്. അപ്പം നിരണം കവികളാണ് മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമ പണിക്കർ. ഇനി നിരണം പള്ളി നിർമ്മിച്ചത് ആരാണ്? നിരണം പള്ളി നിർമ്മിച്ചത് ആരാണ്? അത് സെന്റ് തോമസ് ആണ്. നിരണം പള്ളി നിർമ്മിച്ചത് സെന്റ് തോമസ് ആണ്. കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ നിരണത്താണ്. പരുമല മാർ ഗ്രിഗോറിയസ് പള്ളിയിലെ പ്രധാന ഉത്സവം ഏതാണ്? പരുമല മാർ ഗ്രിഗോറിയസ് പള്ളിയിലെ പ്രധാന ഉത്സവം ഏതാണ്? അത് ഓർമ്മ പെരുന്നാളാണ്. പരുമല തിരുമേനി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പരുമല തിരുമേനി എന്നറിയപ്പെടുന്നത് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസിനെയാണ്. അപ്പം നമ്മുടെ പരുമല തിരുമേനി എന്നറിയപ്പെടുന്നത് ആരാണ്? പരുമല തിരുമേനി എന്നറിയപ്പെടുന്നത് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് ആണ്. മാർ ഗ്രിഗോറിയോസ് ആണ് പരുമല തിരുമേനി എന്നറിയപ്പെടുന്നത്. ഇനി പരുമല പള്ളി നിർമ്മിച്ചത് ആരാണ്? പരുമല പള്ളി നിർമ്മിച്ചത് ആരാണ്? അത് നമ്മുടെ ചാൾസ് കൊറിയയാണ് പരുമല പള്ളി നിർമ്മിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അത് തിരുവല്ലയാണ്. അപ്പം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം ഏതാണ്? അത് കൊടുമണ്ണാണ്. ഈ ചിലന്തി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേരെന്താണടാ? ചിലന്തി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേരാണ്
ശ്രീ പള്ളിയറ ക്ഷേത്രം എന്നാണ് നമ്മുടെ ചിലന്തി ക്ഷേത്രം ശരിക്കും അറിയപ്പെടുന്നത്. ഇനി ആച്ചുര ചൂടാമണി രചിച്ച ശക്തിഭദ്രന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആച്ചുര ചൂടാമണി എന്ന കൃതി രചിച്ച ശ്രീ ശക്തിഭദ്രന്റെ ജന്മസ്ഥലം എവിടെയാണടാ? അത് കൊടുമണ്ണാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ പ്രസിദ്ധമായിട്ടുള്ള ആന പരിശീലന കേന്ദ്രം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രം ഏതാണ്? അത് കോന്നിയാണ്. കോടനാട് എറണാകുളമാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രമാണ് കോന്നി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആനക്കൊട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതും നമ്മുടെ കോന്നിയാണ്. ആനക്കൊട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും നമ്മുടെ കോന്നിയാണ്. കോന്നി ആനക്കൂട് നിർമ്മിച്ച വർഷം ഏതാണടാ? കോന്നി ആനക്കൂട് നിർമ്മിച്ച വർഷം ഏതാണ്? അത് 1942ലാണ്. 1942ലാണ് നമ്മുടെ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നത്. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നതും കോന്നിയിലാണ്. അപ്പൊ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നതും കോന്നിയിലാണ്. ഇനി പടയണി എന്ന കലാരൂപത്തിന് പേര് കേട്ട പത്തനംതിട്ട ജില്ലയിലെ സ്ഥലം ഏതാണടാ? പടയണി എന്ന കലാരൂപത്തിന് പേര് കേട്ട പത്തനംതിട്ട ജില്ലയിലെ സ്ഥലം ഏതാണ്? അത് കടമ്മനിട്ടയാണ്. ഇനി പടയണി എന്ന കലാരൂപം ജനകീയമാക്കിയത് ആരാണ്? പടയണി എന്ന കലാരൂപം ജനകീയമാക്കിയത് ആരാണ്? അത് കടമ്മനിട്ട രാമകൃഷ്ണനാണ് നമ്മുടെ പടയണി എന്ന കലാരൂപം ജനകീയമാക്കിയത്. ഇനി പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? നമ്മുടെ കടമ്മനിട്ട ദേവി ക്ഷേത്രമാണ് പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കാർഷിക വില്ലേജ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർഷിക വില്ലേജ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കവിയൂരാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കാർഷിക വില്ലേജ് ആണ് കവിയൂർ. അതുപോലെ തന്നെ കേരളത്തിലെ പ്രാചീന മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം. അപ്പൊ കേരളത്തിലെ പ്രാചീന മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇലവംതിട്ടയിലാണ്. ഇനി സരസകവി എന്നറിയപ്പെടുന്നത് ആരാണടാ? സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ്. അപ്പൊ മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ് സരസകവി എന്നറിയപ്പെടുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയിലെ കൃത്രിമ തടാകം ഏതാണ്? അത് കക്കി റിസർവോയർ ആണ് പത്തനംതിട്ട ജില്ലയിലെ കൃത്രിമ തടാകം എന്നറിയപ്പെടുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗവിയാണ്. അപ്പം റാന്നി വനം ഡിവിഷന് കീഴിലുള്ള ഇക്കോ ടൂറിസം പ്രദേശമാണ് നമ്മുടെ ഗവി എന്ന് പറയുന്നത്. അപ്പം ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാണ്? അത് റാന്നിയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ ഏതാണടാ? അത് കോന്നിയാണ്. ഏത് വർഷമാണ് കോന്നി റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്? അത് 1888ലാണ്. അപ്പൊ കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദി ഏതാണ്? അത് നമ്മുടെ പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പാ നദിയാണ്. അപ്പം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണടാ? പമ്പാ നദിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസമാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം പമ്പാ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. അപ്പൊ എവിടെയാണ്? ഏത് ക്ഷേത്രമായിട്ടാണ്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണടാ? അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറിയായ പമ്പ ഷുഗർ മില്ലിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര ഷുഗർ മില്ലായ പമ്പ ഷുഗർ മില്ലിന്റെ ആസ്ഥാനം
മന്നമാണ്. മന്നം. ആ അതിന്റെ ആസ്ഥാനം മന്നം. മന്നം തന്നെ മന്നം ഷുഗർ മിൽ എന്ന് അറിയപ്പെടുന്നത് പന്തളമാണ്. പന്തളമാണ്. അപ്പം അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെടാ? മഹാത്മാഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇലന്തൂരാണ്. അപ്പൊ മഹാത്മാ ഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇലന്തൂരിലാണ്. അപ്പൊ ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി ടി ഗോപാലപിള്ള ആവിഷ്കരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം. അപ്പൊ ഖാദി തുണിത്തരങ്ങളുടെ പ്രചരണത്തിനായിട്ട് ഗോപാലപിള്ള ആവിഷ്കരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അന്ന് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്റർ ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ അതെവിടെയാണടാ? ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറയാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. കേരളത്തിൽ ആദ്യമായിട്ട് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് നമ്മുടെ ഇരവിപേരൂരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതും ഇരവിപേരൂരിലാണ്. അപ്പൊ ഇരവിപേരൂരിന് നമ്മുടെ 4 പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്റർ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിൽ ആദ്യമായി പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്ത്, പൊയ്കയിൽ യോഹന്നാൻ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ച പഞ്ചായത്ത് നമ്മുടെ ഇരവിപേരൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ ആറന്മുള കണ്ണാടി എവിടെയാണെടാ? ആറന്മുള കണ്ണാടിക്ക് പ്രസിദ്ധമായ ജില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ്. വാസ്തുവിദ്യാ ഗുരുകുലം എവിടെയാണെടാ? വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ആറന്മുളയിലാണ്. താറാവ് വളർത്തൽ കേന്ദ്രമാണെങ്കിൽ അതെവിടെയാണ്? അത് നിരണമാണ്. ഇനി കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിലാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്. ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്. ഇനി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. അപ്പം ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം ഏതാണ്? ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം ഏതാണ്? അത് നമ്മുടെ തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രമാണ് നമ്മുടെ ആചാരവൃത്തി പ്രകാരം കേരളത്തിലെ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം. പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രം ഏതാണ്? പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രം ഏതാണ്? അത് ആനക്കാട്ടിലമ്മ ക്ഷേത്രമാണ്. അച്ചൻകോവിലാർ ചുറ്റി ഒഴുകുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രം ഏതാണെടാ? അച്ചൻകോവിലാർ ചുറ്റി ഒഴുകുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രം അത് വലംചുഴി ദേവി ക്ഷേത്രമാണ്. അച്ചൻകോവിലാർ ചുറ്റി ഒഴുകുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രമാണ് വലംചുഴി ദേവി ക്ഷേത്രം. ഇനി നമ്മുടെ പ്രശസ്തമായ മലയാളപ്പുഴ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും പത്തനംതിട്ട ജില്ലയിലാണ്. പ്രശസ്തമായ മലയാളപ്പുഴ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് ആരാണടാ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് അത് പന്തളം KP രാമൻ പിള്ളയാണ്. ഇനി ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, ഈ ഒരു വരികൾ ആരാണ്? ആരുടെയാണ്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം അത് പന്തളം കേരളവർമ്മയാണ്. രണ്ടുപേരും തമ്മിൽ മാറിപ്പോകും, രണ്ട് വ്യക്തികളാട്ടോ. ഒന്നുകൂടെ പറയാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന വരികളാണെങ്കിൽ അത് പന്തളം KP രാമൻ പിള്ളയുടെയും, അതുപോലെ തന്നെ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം അത് പന്തളം കേരളവർമ്മയുടെയുമാണ്.
അപ്പൊ നമ്മുടെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് നമ്മുടെ മണിയാറാണ്. മണിയാറാണ്. ഈ മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണടാ? അത് കുത്തുങ്കലാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? അത് നമ്മുടെ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ്. ഇവര് നമ്മുടെ പത്തനംതിട്ട സ്വദേശിയാണ്. അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏക മലയാളി ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഫസ്റ്റ് മലയാളി ആരാണ്? അത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ്. ആ ഇദ്ദേഹത്തിന് ഏത് വർഷമാണ് ലഭിക്കുന്നത്? അത് 2004-ലാണ്. 2004-ലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പും. അദ്ദേഹവും നമ്മുടെ പത്തനംതിട്ട സ്വദേശിയാണ്. അതുപോലെ തന്നെ വി കൃഷ്ണപിള്ള, മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഇവരെല്ലാം നമ്മുടെ പത്തനംതിട്ട സ്വദേശികളാണ്. പത്തനംതിട്ട സ്വദേശികളാണ്. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷൻ ഏതാണ്? അത് ചരൽക്കുന്നാണ്. ചരൽക്കുന്നാണ്. കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണടാ? കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള അത് നമ്മുടെ ശബരിഗിരി പ്രോജക്റ്റ് ആണ്. കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വൈദ്യുത പദ്ധതി ആണ് നമ്മുടെ ശബരിഗിരി പ്രോജക്റ്റ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണടാ? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണ്? അത് മല്ലപ്പള്ളിയാണ്. കാർഷിക ഉത്സവമായ വയൽ വാണിഭം കൊണ്ട് പ്രസിദ്ധമായ നമ്മുടെ പത്തനംതിട്ടയിലെ സ്ഥലം ഏതാണ്? കാർഷിക ഉത്സവമായ വയൽ വാണിഭം കൊണ്ട് പ്രസിദ്ധമായ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലം ഏതാണ്? അത് ഓമല്ലൂരാണ്. ഓമല്ലൂരാണ്. ഇനി പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടം ഏതാണടാ? പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടം ഏതാണ്? വെള്ളച്ചാട്ടമല്ല, വെള്ളച്ചാട്ടം. അതേതാണടാ? അത് പെരുന്തേനരുവിയാണ്. പെരുന്തേനരുവിയാണ്. അപ്പൊ പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ തമിഴ്നാടാണ്. തമിഴ്നാടാണ്. ഇനി പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി എന്ന് വെച്ചാൽ അതേതാണ്? അത് അച്ചൻകോവിലാറ്. എന്നാൽ പത്തനംതിട്ടയെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണടാ? പത്തനംതിട്ടയെ ചുറ്റി ഒഴുകുന്ന നദി അത് പമ്പയാണ്. പമ്പയാണ്. അതുപോലെ തന്നെ ഗവി, അടവി ഇക്കോ ടൂറിസം പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ പന്തള രാജ്യത്തെ തിരുവിതാംകൂറിൽ ചേർത്ത വർഷം ഏതാണടാ? പന്തള രാജ്യത്തെ തിരുവിതാംകൂറിൽ ചേർത്ത വർഷം ഏതാണ്? അത് നമ്മുടെ 1820-ലാണ്. 1820-ലാണ്. ഇനി പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? അത് പമ്പ, മണിമല, അതുപോലെ തന്നെ അച്ചൻകോവിലാർ. പമ്പ, മണിമല, അച്ചൻകോവിലാർ. ഇനി കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ്. ഈ നമ്മുടെ കക്കി ഡാം നിർമ്മിച്ച വർഷം ഏതാണ്? കക്കി ഡാം നിർമ്മിച്ച വർഷം ഏതാണടാ? കക്കി ഡാം നിർമ്മിച്ച വർഷമാണ് 1966. 1966. 1966. തീർന്നു. പത്തനംതിട്ട തീർന്നു.